വേണ്ട ആ നീല മുണ്ടെടുത്ത ചങ്ങായി അവിടെ ഞെളിഞ്ഞു കിടക്കുന്നത്. ആടോ ആ വീടിന്റെ അവകാശിയായിട്ടുള്ള ആ കുട്ടിയാണ് അവിടെ വന്നിട്ടുള്ളത്. എന്താ രാമേന്ദ്ര പ്രശ്നം? അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. മരിച്ചുപോയ കൊല്ലം സുധിയുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ആരോ വെച്ചു കൊടുത്തിട്ടുള്ള വീടാണ്. ആ വീട്ടില് അതിലൊരു മൂത്ത മകൻ ആ വീടിന്റെ അവകാശി ചെന്ന് കയറുന്ന സമയത്ത് ഒരു ഡോറ് തുറക്കുമ്പോ ഒരു നീല മുണ്ടെടുത്ത് തുറക്കുന്ന ഒരു ചങ്ങായി അവിടെ കിടക്കുന്നുണ്ട്. ഒന്നും അറ്റ്ലീസ്റ്റ് ആ ചെക്കനൊന്നും ഒന്ന് ബഹുമാനിക്കണം ഞാൻ പറയണില്ല. അച്ഛനില്ലാത്ത കുട്ടിയല്ലേ, അവിടെ ആ ഞെളിഞ്ഞാട്ട കട്ടുമ്പോ കയറി കിടക്കുന്നുണ്ട് ഈ ചങ്ങായി. ഉളുപ്പുണ്ടോ? എന്നോട് ആ കോണ്ടാക്ട് ചെയ്ത വ്യക്തി പറഞ്ഞെന്താ അറിയോ, ആ വീടിന്റെ കംപ്ലീറ്റ് കൺട്രോള് ഇവരുടെ കയ്യിലാണ്. ഈ രേണു സുധിയുടെ അമ്മയും ബാക്കിയുള്ള ആ ഫാമിലിയുടെ കയ്യിലാണ് ആ വീടിന്റെ കംപ്ലീറ്റ് കൺട്രോള്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ വെള്ളം കുടിക്കണം ഇത് കണ്ടിട്ട് അമ്മച്ചിയുടെ ഇന്നലെ വന്ന ഞേട്ടായി ഇതുപോലൊന്നല്ല, ആ ചേട്ടായിയുടെ വീടാണത് ഇന്നലെ വന്ന ഞേട്ടായി. എന്ത് പോക്കതരമാണ്ടോ താനീ കാണിച്ച്? സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. വേണ്ട ആ നീല മുണ്ടെടുത്ത ചങ്ങായി അവിടെ ഞെളിഞ്ഞു കിടക്കുന്നത്. ആടോ ആ വീടിന്റെ അവകാശിയായിട്ടുള്ള ആ കുട്ടിയാണ് അവിടെ വന്നിട്ടുള്ളത്. ആ പാവം ലക്ഷക്കണക്കിന് കാശ് മുടക്കി ലോകം മുഴുവൻ നടന്നെറിഞ്ഞുണ്ടാക്കിയതാ. അതൊന്നും എനിക്കറിയാൻ മേല. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ കേട്ടോ. ഫോട്ടോ കാണിച്ചാ അതിന്റെ ഉള്ളിലേക്ക് കേറാനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല. എന്നോടിത് വേണ്ടായിരുന്നു, എന്നോടിത് വേണ്ടായിരുന്നു. എത്ര കിട്ടിയാലും പഠിക്കൂലെന്ന് വെച്ചാൽ